ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിക്കർഷൻ ട്രീ മെത്തേഡാണ്. റിക്കർഷൻ ട്രീ മെത്തേഡ് ഈസിയുമാണ്, അതുപോലെ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആവാനായിട്ട് ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു സംഭവമാണ് റിക്കർഷൻ ട്രീ മെത്തേഡ് എന്ന് പറയുന്നത്. റിക്കർഷൻ ട്രീ മെത്തേഡ് ഐട്രേഷൻ മെത്തേഡിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഐട്രേഷൻ മെത്തേഡ് അടുത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇവിടെ ട്രീയിലെ ഓരോ നോട്ട്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താണ് പോകുന്നത്. ഒരു റിക്കർഷൻ ട്രീക്കകത്ത് നമുക്ക് 3 കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, നമ്മളുടെ എൻ നോഡിനെ ഏതൊക്കെ സബ് നോട്ട്സ് ആയിട്ടാണ് ഇനീഷ്യലി ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഈ എൻ നോഡിനെ ഞാൻ n/3 ആയിട്ടാണ് എനിക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എത്ര സബ് പ്രോബ്ലംസ് ആയിട്ടാണ് എനിക്ക് എൻ്റെ പ്രോബ്ലത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 3. അതാണ് എ എന്നാണ് ഞാനിതിനെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, അപ്പം ഈ n/3 ആയിട്ട് എന്നിനെ ഞാൻ 3 n/3 ആയിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ 3 എന്ന് പറയുന്നത് എൻ്റെ പ്രോബ്ലത്തിന് എത്രയായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും n/3 എന്ന് പറയുന്നത് എങ്ങനെയാണ് എനിക്ക് എന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും വാട്ട് ഈസ് ദിസ് CN? ഈ ഡിവൈഡ് ചെയ്ത സബ് പ്രോഗ്രാംസിനെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമാണ് അല്ലെങ്കിൽ കോസ്റ്റാണ് CN. ഓക്കെ, ഇനി ഇതിനെയും എനിക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? സോ നിങ്ങൾക്ക് നോക്കാം, T of n/3 എനിക്ക് എങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 into T of n/3 ആണ്. അപ്പം n/3 സ്ക്വയർ വരും. n/3 into n/3 പ്ലസ് CN/3. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ n/9 എന്നിട്ട് ഈ 3 എണ്ണത്തിൻ്റെ കോസ്റ്റ് എന്താണ് എനിക്കിവിടെ കിട്ടിയത്? CN/3 ആണ്. സിമിലർലി ഇതിനെയും എനിക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. n/9 ഈ 3 എണ്ണത്തിൻ്റെ കോസ്റ്റ് CN/3. സെയിം തിങ് ഇതിനെ 3 ആയിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാം. n/9 ഈ 3 എണ്ണത്തിൻ്റെയും കോസ്റ്റ് CN/3. അപ്പം ഈ ഒരു മൊത്തം റോയുടെ കോസ്റ്റ് എത്രയാണ്? CN/3 പ്ലസ് CN/3 പ്ലസ് CN/3. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 3 CN/3. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് CN. പിടികിട്ടിയോ? അപ്പം ഇങ്ങനെ ഞാൻ ചിലപ്പോൾ 1, 2, 3 ലെവൽസിൽ ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? n ലെവൽസിന് അല്ലെങ്കിൽ എത്രമാത്രം ലെവൽസുണ്ട് അത്രേൻ്റെയും തന്നെയും കോസ്റ്റ് അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പം ആദ്യമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോഴേ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ലെവൽസാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എൻ്റെ ഫസ്റ്റ് ലെവലിൽ എനിക്ക് ടൈം CN, സെക്കൻഡ് ലെവലിൽ എനിക്ക് ടൈം CN, തേർഡ് ലെവലിൽ എനിക്ക് ടൈം CN. സോ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മൈ ട്രീ? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ലെവൽസ് ഇൻറ്റു ദ കോസ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ലെവൽ. ഓക്കെ, അതാണ്. ഇനി നമ്പർ ഓഫ് ലെവൽസ് എനിക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നിങ്ങൾക്കൊരു ഡൗട്ട് കാണും അല്ലേ, എങ്ങനെയാണ് എനിക്ക് നമ്പർ ഓഫ് ലെവൽസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? അതിന് നിങ്ങൾ എടുക്കേണ്ട ഒരു സംഭവമാണ് ഒരു കോമൺ മെത്തേഡ്, ഒരു കോമൺ വേ കണ്ടുപിടിക്കണം. എന്തെങ്കിലും സംതിങ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് കോമൺ എന്നുള്ള രീതിക്ക്. ഇപ്പം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലെവല് n³, അടുത്തത് n/9, അടുത്തത് ഞാൻ നോക്കുവാണെങ്കിൽ n/81 ആയിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു പാറ്റേൺ കിട്ടുന്നുണ്ടോ? ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് n/3k. അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റ് ലെവൽ. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് ലെവല് 3k ആയിരിക്കും. ഈ ഒരു റിക്കർഷൻ ട്രീയുടെ പ്രത്യേകത ഓൾ ദ ലാസ്റ്റ് നോട്ട്സ് വിൽ ബി 1. സോ നമ്മളുടെ ലീഫ് നോട്ട്സ് ഓഫ് ദ ട്രീ വിൽ ബി 1, വിച്ച് മീൻസ് ദാറ്റ് ഈ ഒരു സംഭവം ഇല്ലേ, ഞാനിപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് വന്ന് n/3k ദിസ് വിൽ ബി നത്തിങ് ബട്ട് 1. n/3k is equal to 1. അപ്പം എന്താണ് എൻ്റെ k? n is equal to 3k.
k is equal to log 3n. പിടി കിട്ടിയോ? ഈ ലോഗ് 3n എന്ന് പറയുന്ന എന്താണ്? എൻ്റെ കെയുടെ വാല്യൂ ആണ്. അപ്പോൾ അത് നിങ്ങൾ മാറ്റി എഴുതിക്കോ. k is equal to log 3n. ഓക്കെ, തൽക്കാലത്തേന് വി ആർ ഹാവിങ് k+1 ലെവൽസ്. ഓക്കെ, അതായത് നമ്മളിവിടെ എന്താണ്, നമ്മൾ ടൈം കോംപ്ലക്സിറ്റി, എൻ്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിച്ചു. അപ്പം അങ്ങനെ k ലെവൽസിനായിട്ടാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി log 3n എന്ന് പറയുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ T1 വരുന്ന കേസ് ഉണ്ട് അല്ലേ, ഈ ഫൈനൽ ലീഫ് നോട്ട്സിൻ്റെ കേസ് കൂടി ഉണ്ട്. അപ്പം k+1 ആണ് നമ്മളുടെ ലെവൽസ് വരുന്നത്. ഒരു ബൈനറി ട്രീയുടെ ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസ് എത്രയാണെന്ന് k+1 ആണ് വരുന്നത് അല്ലേ. പിന്നെ കോസ്റ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ലെവൽ. കോസ്റ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ലെവൽ എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്? Cn ഇൻറ്റു Cn. അപ്പോൾ Cn k+Cn ആണ്. ഓക്കെ, എന്താണ് k? ദാറ്റ്സ് നത്തിങ് ബട്ട് log 3n + Cn. ഇതിൻ്റെ കോംപ്ലക്സിറ്റി O ഓഫ് ബിഗ് O നൊട്ടേഷനിൽ എങ്ങനെ എഴുതുന്നത്? n log n ആയിട്ടായിരിക്കും ഞാൻ എഴുതുന്നത് ബിഗ് O നൊട്ടേഷൻ്റെ. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ റിക്കർഷൻ ട്രീ മെത്തേഡ് ചെയ്യുന്നത്? ആദ്യമേ നമ്മൾ റിക്കർഷൻ ട്രീ മെത്തേഡിൽ ട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ട്രീസിൻ്റെ ലെവൽ, ഓക്കെ, എന്തുമാത്രം ഡെപ്തിലാണ് പോകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഓരോ ഇൻഡിവിജ്വൽ ലെവലിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇതിൽ ടോട്ടലി എത്ര ലെവൽസ് ഉണ്ട്? k+1 ലെവൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ k+1 ലെവൽസിനനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നു. ബിക്കോസ് ഇതും കൂടെ കൂട്ടി 1 കൂടെ ചെയ്തിട്ടാണ് k+1 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ടൈം കോംപ്ലക്സിറ്റിയുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? പക്ഷേ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് T(1) അവർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1. T(1) നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പം T(1)ന് മുൻപുള്ളത്, അതിപ്പോൾ n ലെവൽസ് ആണെങ്കിൽ n-1 വരെയുള്ള സിറ്റുവേഷനാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നമ്മളുടെ ഈ മേളത്തെ ഒരു ഫോർമുലയിൽ ഈ നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറയുന്നത് വി ഹാവ് ആഡഡ് ഇൻ്റർമീഡിയറ്റ് നോട്ട്സും പ്ലസ് ലീഫ് നോട്ട്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ലീഫ് നോട്ട്സിൻ്റെ ഓൾറെഡി ഉണ്ട്. സോ ഞാനിവിടെ കോസ്റ്റ് നോക്കുമ്പോഴത്തേനും വാട്ട് ആം ഐ ഡൂയിങ്, എന്താണ്, ലെവൽ ഓഫ് ഇൻ്റർമീഡിയറ്റ് നോട്ട്സ് പ്ലസ് ഇൻറ്റു കോസ്റ്റ് പ്ലസ് ലെവൽ ഓഫ് എന്താണ് T(1) അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് മതി, കോസ്റ്റ് ഓഫ് ലീഫ് നോട്ട്സ്. കാരണം ഇതെനിക്ക് ഓൾറെഡി കോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഈ ഒരു കേസ് നമുക്ക് എടുക്കാം. എന്നിനെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? n/2 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, n/2 എങ്ങനെയാണ്? 2 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കോസ്റ്റ് എന്താണ്? n ആണ്. ഫസ്റ്റ് ലെവലിൽ n+2/2 is equal to n. Again, if I am dividing n/2, I will get n/4. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n ആണ് കിട്ടുന്നത്. Now what we need to do? First step, we need to find the level. എത്രയാണെന്ന്. അപ്പം ഈ ഒരു സാധനം പോയി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ബി n/2k. ആൻഡ് വാട്ട് ആർ മൈ ലീഫ് നോട്ട്സ്? മൈ ലീഫ് നോട്ട്സ് ആർ 1, okay, which is having a time complexity 1. It's already given. Okay, so T of n/2k is nothing but T(1), cost of my leaf node, T(1). Okay, n/2k is equal to 1. n is equal to 2k. k is equal to log 2n. മാറ്റി വയ്ക്കുക. ഓക്കെ, ഇനി എന്താണ് വരുന്നത്? ഇനി നമ്മളുടെ ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ലെവൽസ് ഇവിടെ ലെവൽസ് കണ്ടുപിടിച്ചു. കോസ്റ്റ് ഇനി അടുത്ത് കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ ലെവലിൻ്റെയും കോസ്റ്റ് n ആണ്. ഓക്കെ, സോ എന്താണ് നമ്മളിനി ചെയ്യാനുള്ളത്? നമുക്ക് നമ്മളുടെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു റിക്കറൻസ് റിലേഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ലെവൽസ്, നമ്പർ ഓഫ് ലെവൽസ് ഇൻറ്റു
കോസ്റ്റ്. വാട്ട് ആർ മൈ നമ്പർ ഓഫ്, എത്ര ലെവൽസ് ഉണ്ട് എനിക്ക് k+1 ലെവൽസ് ഉണ്ട് അല്ലേ, ഇൻറ്റു കോസ്റ്റ്, അതായത് n. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ kn എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് നോഡിൻ്റെ എടുക്കാം, പ്ലസ് ഈ ഒരു 1 × n എന്ന് പറഞ്ഞ് ലീഫ് നോഡിൻ്റെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് എടുത്താലും മതി. k എന്താണ്, നമുക്ക് log 2n + 1 × n, ദാറ്റ്സ് നത്തിങ് ബട്ട് n log 2n + n. ഇതിൻ്റെ ബിഗോ നൊട്ടേഷൻ ഇസ് നത്തിങ് ബട്ട് n log 2n. അത്രയും സിമ്പിളാണ് റിക്കറൻറ്റ് സ്ട്രീം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി.